ഹായ് ഓൾ, ഇന്ന് പരിചയപ്പെടുത്തുന്ന പ്രോഡക്റ്റ് ക്ലാസ് ഡിയുടെ 7.1 ആംപ്ലിഫയർ ആണ്. അപ്പൊ നമ്മൾ കഴിഞ്ഞ ദിവസം ക്ലാസ് ഡിയുടെ 5.1 ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. അപ്പൊ കുറെ പേര് എൻക്വയറി നടത്തിയിട്ടുണ്ടായിരുന്നു ക്ലാസ് ഡിയുടെ 7.1 അവൈലബിൾ ആണോന്ന്. അപ്പൊ നമുക്ക് ഇപ്പൊ സ്റ്റോക്ക് വന്നിട്ടുണ്ട്. ഇതാണ് ക്ലാസ് ഡിയുടെ 7.1 ആംപ്ലിഫയർ. അപ്പൊ ഇത് സറൗണ്ട് സിസ്റ്റം ഉള്ളതാണ്, കരാക്കെ ഓപ്ഷൻസ് ഉള്ളതാണ്. ഇനി നമുക്ക് ഇതിന്റെ ഡീറ്റെയിൽ ആയിട്ടൊന്ന് നോക്കാം. ഈ ഒരു ആംപ്ലിഫയർ വരുന്നത് കോപ്പർ വൈൻഡിംഗ് ഉള്ള ടൊറോയിഡൽ ട്രാൻസ്ഫോമർ വെച്ചിട്ടുള്ളതാണ്. അപ്പൊ ടൊറോയിഡൽ ട്രാൻസ്ഫോമർ ഇതിനകത്ത് രണ്ടെണ്ണമാണ് വരുന്നത്. ഇപ്പൊ ടൊറോയിഡൽ ട്രാൻസ്ഫോമർ വെക്കുമ്പോൾ അതിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹൈ എഫിഷ്യൻസി ആയിരിക്കും. അതുപോലെ തന്നെ ലോ ഇലക്ട്രിക്കൽ നോയ്സ് ആയിരിക്കും, ഇലക്ട്രിക്കൽ നോയ്സ് കുറവായിരിക്കും. ഇനി ഡീറ്റെയിൽ ആയിട്ട് ഇതിന്റെ ബാക്കി ഓപ്ഷൻസ് നോക്കുകയാണെങ്കിൽ ഇതിന്റെ ഫ്രണ്ട് പാനൽ നിങ്ങൾക്ക് കാണാമല്ലോ അല്ലെ. ഇപ്പൊ ഫ്രണ്ട് പാനലിൽ വരുന്ന ഓപ്ഷൻസ് ഞാനൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ഇതിന് വന്നിരിക്കുന്നത് DSP ഡിജിറ്റൽ ഡിസ്പ്ലേ ആണ്. അതുപോലെ തന്നെ ഇതാണ് ഇതിന്റെ പെൻഡ്രൈവിനുള്ള ഓപ്ഷൻ വന്നിരിക്കുന്നത്. പിന്നെ ഈ ഒരു ഭാഗം മൊത്തം പെൻഡ്രൈവിന്റെ വോളിയം കൺട്രോളുകളാണ്, അതായത് മ്യൂസിക്കിന്റെ വോളിയം കൺട്രോളുകളാണ് ഈ ഒരു ഭാഗം വന്നിരിക്കുന്നത്. ഇത് മെയിൻ വോളിയം കൺട്രോള്, സെൻട്രൽ വോളിയം കൺട്രോള്, സബിന്റെ വോളിയം കൺട്രോള്, പിന്നെ പാസ്, ട്രബിള്, ബാലൻസ്, അങ്ങനെ എല്ലാ ഓപ്ഷൻസും ഈ ഒരു ഭാഗത്താണ് വന്നിരിക്കുന്നത്. ഇനി ഈ ഒരു ഭാഗത്തോട്ട് വരുവാണെങ്കിൽ മൈക്കിന്റെ ഓപ്ഷൻസ് ആണ് വന്നിരിക്കുന്നത്. അപ്പൊ ഇതിൽ നമുക്ക് 3 മൈക്ക് ഓപ്ഷൻസ് വരുന്നുണ്ട്. ഇത് 2 മൈക്ക് ഓപ്ഷൻ വയർലെസ് മൈക്കിനുള്ള ഇൻപുട്ടാണ്. അങ്ങനെ 3 മൈക്ക് ഓപ്ഷൻ വന്നിട്ടുണ്ട്. നമുക്ക് കരാക്കെ യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഇപ്പൊ മൈക്കിന്റെ ഓപ്ഷൻസ് വരുവാണെങ്കിൽ അതിനും പ്രത്യേകം ഓരോന്നിനും പ്രത്യേകം കൺട്രോൾ ആണ് വന്നിരിക്കുന്നത്. പിന്നെ നമുക്ക് ഇവിടെ ഒരു സ്വിച്ച് ഉണ്ട്. ഇതിന് നമുക്ക് ഓക്സ്, CD, DVD ഇതെല്ലാം ഇങ്ങനെ നമുക്ക് ഇത്ര പ്രസ് ചെയ്താൽ മതി, നമുക്ക് മോഡ് മാറ്റാനായിട്ട് പറ്റും. പിന്നെ ബ്ലൂടൂത്ത് USB മോഡിലേക്ക് മാറ്റാനുള്ള ഒരു സ്വിച്ച് ഇതാണ് വന്നിരിക്കുന്നത്. അടുത്ത് വന്നിരിക്കുന്നത് ഒപ്റ്റിക്കൽ ആൻഡ് കോയാക്സിയൽ കേബിളിനുള്ള ഓപ്ഷൻ. അങ്ങനെ എല്ലാ ഓപ്ഷൻസും ഈ ഒരു ഫ്രണ്ട് പാനലിൽ വരുന്നുണ്ട്. ഇനി ഇതിന്റെ ബാക്ക് പാനൽ നോക്കുകയാണെങ്കിൽ ഇതാണ് സ്പീക്കർ കണക്ടേഴ്സ് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെ കൂളിംഗ് ഫാൻ വന്നിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒരു 3 ഓപ്ഷൻ വരുന്നുണ്ട്. അതിൽ FM ആന്റിന വന്നിട്ടുണ്ട്, ബ്ലൂടൂത്ത് ആന്റിന വന്നിട്ടുണ്ട്, കോയാക്സിയൽ കേബിൾ ഇൻപുട്ട് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഇതിന് ഒപ്റ്റിക്കൽ ഇൻപുട്ടും അവൈലബിൾ ആണ്. ഇത് 5.1 DVD ഇൻപുട്ട് കൊടുക്കുന്നതിനുള്ള ഓപ്ഷൻസ് ആണ്. പിന്നെ ഓഡിയോ ഇൻപുട്ട്, ഓഡിയോ ഔട്ട്പുട്ട്, ഇത്രയാണ് ഇതിന്റെ ബാക്ക് പാനലിൽ വന്നിരിക്കുന്ന ഓപ്ഷൻസ്. അപ്പൊ ഈ ഒരു സെറ്റിന്റെ കൂടെ നമുക്ക് ഇതിന്റെ റിമോട്ട് അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ഇതാണ് ബ്ലൂടൂത്ത് ആന്റിനയ്ക്കുള്ള ആന്റിന വന്നിരിക്കുന്നത്. പിന്നെ ഇത് നമുക്ക് FM ആന്റിനയ്ക്കുള്ള കേബിൾ. ഇത്രയാണ് നമുക്ക് ഈ ഒരു സെറ്റിന്റെ കൂടെ കിട്ടുന്നത്. അതുപോലെ തന്നെ നമുക്കൊരു ലീഫ്ലെറ്റും കിട്ടുന്നുണ്ട്. അപ്പൊ ഇതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം ഈ ലീഫ്ലെറ്റിൽ വന്നിട്ടുണ്ട്. ഇത് ഓരോന്നും കണക്ഷൻ എങ്ങനെയാണ്, എന്തിന്റെ കണക്ഷനാണ്, ഇതെല്ലാം ഡീറ്റെയിൽ ആയിട്ട് ഈ ഒരു ലീഫ്ലെറ്റിൽ പറയുന്നുണ്ട്. അപ്പൊ ഈ ഒരു പ്രോഡക്റ്റ് വരുന്നത് 500 വാട്ട്സ് ആണ്. ഇതിന്റെ റേറ്റ് വരുന്നത് ഏകദേശം 12,000 ഒക്കെ അടുത്താകുന്ന ഒരു റേറ്റ് ഇതിന് വരുന്നുണ്ട്. അപ്പൊ ഈ ഒരു പ്രോഡക്റ്റ് ഇപ്പൊ നമുക്ക് ഷോപ്പിൽ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ഡയറക്റ്റ് ഷോപ്പിൽ വിസിറ്റ് ചെയ്ത് പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യാം. ഷോപ്പിന്റെ പേര് തോംസൺ ഇലക്ട്രോണിക്സ് ആൻഡ് ഇലക്ട്രിക്കൽസ്, പാല, കോട്ടയം ജില്ലയാണ്. ഷോപ്പിന്റെ ലൊക്കേഷൻ വരുന്നത് പാലായിൽ കുരിശുപള്ളിക്കും ടൗൺ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിനും മധ്യേ മെയിൻ റോഡ് സൈഡിലാണ്. അതുപോലെ തന്നെ നമുക്ക് ക്ലാസ് ഡിയുടെ തന്നെ 2.1 അവൈലബിൾ ആണ്, 5.1 അവൈലബിൾ ആണ്, ഇപ്പോൾ 7.1 അവൈലബിൾ ആണ്. താങ്ക് യു. ഹാപ്പി ഷോ.